ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ നടാൻ പറ്റുന്ന ഒരു മരത്തെ പറ്റിയാണ്. അപ്പോൾ അത് മിക്ക വീടുകളിലും ഉള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ വീട്ടിൽ നട്ടാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെ പറ്റി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് എവിടെ നടാൻ പറ്റും എന്നൊക്കെ ഉള്ളതിനെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ വന്നൊരു കമൻറ്റിലാണ്. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ചോദിച്ചായിരുന്നു ഈ മരം എങ്ങനെ. അപ്പോൾ നമ്മൾ കമൻറ്റിലൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി വിശദീകരിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നടുന്ന ആര്യവേപ്പിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ മിക്ക വീടുകളിലും ഉണ്ട് കേട്ടോ. കാര്യം എല്ലാവരും ഇപ്പോൾ ഈ ആര്യവേപ്പ് വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഒരുപാട് അസുഖങ്ങൾക്ക് നല്ല മരുന്നാണ്. ഷുഗറിന് ഉപയോഗിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. നമ്മുടെ ദേഹത്ത് ചൊറിച്ചിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ കുളിച്ചാൽ ദേഹത്തെ ചൊറിച്ചിൽ പോകും. പിന്നെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ തലമുടി താരം പോകാനായിട്ട് ഏറ്റവും നല്ല മരുന്നാണ് ഇത്. തലേദിവസം വെള്ളം തിളപ്പിച്ചിട്ടേച്ച് അത് ആറിക്കഴിയുമ്പോൾ പിറ്റേ ദിവസം ആ വെള്ളം കൊണ്ട് തലമുടി കഴുകിയാൽ താരം പൂർണ്ണമായിട്ട് പോകുന്നതാണ് പറയുന്നത്. അതിനൊക്കെ ഒരുപാട് മരുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. അതിൻ്റെയൊക്കെ കുഞ്ഞിൽ ചിക്കൻ ബോക്സ് വന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, വെല്ലുമിച്ചി ഞങ്ങളുടെ അവിടുത്തെ ഒരു ചേച്ചിയാണ് ഈ മരുന്ന് പറഞ്ഞു തന്ന് ചെയ്തത്. കാര്യം ഈ ചൊറിച്ചിലുണ്ടാവില്ലേ, ചിക്കൻ ബോക്സ് ഉണ്ടാകുമ്പോഴത്തേക്ക്. അപ്പം ആ ചേച്ചിയാണ് പറഞ്ഞത് ഇങ്ങനെ ഈ ആര്യവേപ്പിൻ്റെ ഇലയിട്ട് ഇങ്ങനെ തൂത്താൽ മതി ചൊറിച്ചിൽ മാറുന്നത്. സത്യമായിരുന്നു കേട്ടോ. അതിട്ട് ഇങ്ങനെ തൂക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ മാറുമായിരുന്നു. പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ ചിക്കൻ ബോക്സ് വന്ന് ഇത് പൊട്ടും, ചിലർക്ക് പൊട്ടും, ചിലർക്കത് പതുങ്ങി അങ്ങ് പോത്തേയുള്ളൂ. കൊമ്മള പോലാണല്ലോ നമ്മുടെ ദേഹത്തുണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്കൊക്കെ ദേഹത്ത് പൊട്ടിയായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഒന്ന് കുഞ്ഞായിരുന്നു, എനിക്കൊന്ന് 5ലോ 6ലോ അങ്ങോട്ട് പഠിക്കുന്ന സമയമാണ്. ആ സമയം എന്ന് പറയുമ്പോൾ നമുക്ക് കിടന്ന് ഉരുളിച്ചല്ലേ, അങ്ങനെ ഉരുളൊക്കെ ചെയ്യുമ്പോൾ ഇത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തൊലിപ്പാടെ അങ്ങ് ഇളകി പോകുമ്പോഴത്തേക്ക് ഒരു പരുവ മാതിരി അങ്ങ് ആയിപ്പോവും. അപ്പോൾ അതിനൊക്കെ ആ ചേച്ചി പറഞ്ഞു പച്ചമഞ്ഞൾ ഉണക്കിയതും ഇതും കൂടെ ഈ ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ ഉണക്കി എന്നിട്ട് രണ്ടും കൂടെ പൊടിച്ച് അത് ആ മുറിവേലിട്ട് കൊടുത്താൽ മതി, മാറിക്കോളൂ എന്ന് പറഞ്ഞ്. അങ്ങനെയൊക്കെ ഇതിന് ഈ ചിക്കൻ ബോക്സിന് നല്ലൊരു മരുന്നാണ് ഈ ആര്യവേപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കൈകൊണ്ട് ചൊറിയല്ലെന്നാണ് പറയുന്നത്. ചിക്കൻ ബോക്സ് വന്നാൽ ഇങ്ങനെ ഇലയിട്ട് ഇങ്ങനെ തൂക്കുകയും ചെയ്യാവുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ അതിന് ആ ഒരു ഇലയിട്ട് തൂക്കുമ്പം അതിന് ഒരു ഔഷധ ഗുണവും കൂടെ ഉള്ളത് കൊണ്ടാണ് അതിട്ട് ഇങ്ങനെ തൂക്കാവുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആര്യവേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നടുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ആര്യവേപ്പ് നമ്മുടെ വീട്ടിലുള്ളത് നമ്മുടെ അത് നടേണ്ട സ്ഥലത്ത് അത് നിന്നാൽ നമുക്ക് ഏറ്റവും നല്ല ഐശ്വര്യമാണ്. പണ്ടൊക്കെ വീടെന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളും കിഴക്ക് വശത്തോട്ടായിരുന്നു വാതിൽ. അപൂർവങ്ങളിലൊക്കെയുള്ള വീടുകളല്ലാതെ തന്നെ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ വാസ്തു നോക്കി വരുമ്പോൾ നമ്മുടെ വഴിയുടെ സൗകര്യം ഒക്കെ വരുന്ന കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനനുസരിച്ച് വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് മാറ്റം വരുത്താറുണ്ട് ഇല്ലേ. നമ്മളിപ്പം ഫ്രണ്ട് വശത്ത് നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശമായിരിക്കും, ആ വശത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ വഴി വരുന്നത്. അപ്പം നമ്മളത് കിഴക്ക് വശത്തോട്ട് വാതിലാക്കി ഇങ്ങനെ ചുറ്റിക്കറങ്ങാനായിട്ട് നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ പടിഞ്ഞാറ് വശത്തോട്ടാണ് വാതിലാക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കിഴക്ക് വശത്തോട്ടാണ് കൂടുതലും വാതിലുകൾ വരുന്നത്. അപ്പം അങ്ങനെയുള്ളിടത്തെല്ലാം ആ വീടിൻ്റെ വാതിലിൻ്റെ അവിടെ തന്നെയായിട്ട് വാതിലിൻ്റെ അവിടെ വെച്ചാൽ വീടിൻ്റെ വാതിലിൻ്റെ 2 ഇരട്ടി അകലത്തിൽ എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ ആര്യവേപ്പ് അത്രയും അകലത്തിൽ മാറ്റി നട്ട് കഴിഞ്ഞാൽ ഈ അവിടുന്ന് വരുന്ന കിഴക്കുന്ന് വരുന്ന കാറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ പെരയ്ക്ക് അകത്തോട്ട് കയറി ഈ ആര്യവേപ്പെ തട്ടി ആ ഒരു ഔഷധ ഗുണമുള്ളൊരു കാറ്റെന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിലെ പകുതി രോഗങ്ങൾ മാറി കിട്ടുന്നതാണ് പറയുന്നത്. വീടിനകത്തെ പകുതി നെഗറ്റീവ് എനർജി മാറി കിട്ടുമെന്നാണ് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ളൊരിത് കിട്ടും. അങ്ങനെയൊക്കെയാണ് ഈ ആര്യവേപ്പിൻ്റെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആര്യവേപ്പ് നമ്മൾ എവിടെ നടണമെന്ന് ചോദിച്ചാൽ നമ്മൾ വീടിൻ്റെ ഏത് സൈഡിൽ ഓരോ സ്ഥാനങ്ങളുണ്ട് ഈ ഓരോ മരങ്ങൾ നടുന്നതിനും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നട്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലരൊക്കെ പറയും ഞാൻ അങ്ങനെയല്ല ഇന്നടുത്ത് നട്ടെടുത്തിട്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ അത് നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു വാസ്തു ഇതനുസരിച്ച് നിങ്ങളുടെ പെരയ്ക്ക് ദോഷമില്ലാത്ത സ്ഥലത്തായിരിക്കും നിങ്ങൾ യാദൃച്ഛികമായിട്ട് കൊണ്ട് നട്ടതായിരിക്കാം, പക്ഷെ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്. പക്ഷെ ചില വീടുകളിൽ അത് നടേണ്ട സ്ഥാനത്ത് നട്ടില്ലെങ്കിൽ ആ വീടിൻ്റെ ഇതും കൂടെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇരട്ടി ദോഷങ്ങളാണ് സംഭവിക്കുന്നത്. ആ വീട്ടിൽ ഇരട്ടി ദോഷങ്ങൾ സംഭവിക്കും. ചിലരൊരു ആര്യവേപ്പ് വെച്ചതിന് ശേഷം രോഗം മാറിയിട്ടില്ല, ഇത് വെച്ചാൽ രോഗം വരികയെന്നാണ് പറയുന്നതെന്ന് പറയും. പക്ഷെ അത് നമ്മൾ വെക്കേണ്ട രീതിക്ക് വെച്ചില്ലെങ്കിൽ അതും ഒരുപാട് ദൈവിക ശക്തിയുള്ള ഒരു മരം എന്നൊക്കെയാണ് പറയുന്നത് ഈ ആര്യവേപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നടേണ്ട രീതിക്ക് നടേണ്ട പോലെ നട്ടില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ദോഷങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. നമ്മളൊരു ചെടിച്ചട്ടിക്കകത്താണെങ്കിലും ആര്യവേപ്പ് നമ്മുടെ വീട്ടിൽ നട്ടു വെച്ചാൽ മതി കേട്ടോ. വലിയതല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ മിക്കയിടത്തും ലോക്കട്ടൊക്കെ ഇട്ട് ചെടികളൊന്നും നടാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ചെടിച്ചട്ടിയിലായിരിക്കും. അപ്പോൾ നമുക്ക് വലിയ ചെടിച്ചട്ടികൾ കിട്ടും, അല്ലെങ്കിൽ വലിയ സൈസ് ബക്കറ്റുകളൊക്കെ കിട്ടുമ്പോൾ അതിലേക്ക് ഈ ആര്യവേപ്പ് വെക്കാന്നുണ്ടെങ്കിൽ ഒത്തിരി വലുതായി പോകത്തുമില്ല. അത് നല്ല ഒരിതായിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് അത്യാവശ്യം അതിൽ നിന്ന് ഇലകളും എടുക്കാം. അത് നല്ല ഇതായിട്ട് ആർത്ത് നല്ല ഇതായിട്ട് കിളുത്ത് നിൽക്കും. അങ്ങനെ നമുക്ക് ചെയ്യും. ഇപ്പം മിക്കവരും അങ്ങനെയാണ് ഈ ഓരോ ഇതിനകത്ത് ചെടിച്ചട്ടിയിലും കാര്യങ്ങൾക്കകത്തൊക്കെയാണ് മാവും പ്ലാവും ഒക്കെ നടുന്നവരുണ്ടല്ലോ, അതുപോലെ നമുക്ക് നട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വെച്ചാലും മതി. അപ്പോൾ ഇത് ഏത് സ്ഥലത്താണ് വെക്കേണ്ടതെന്നുള്ളത് പറയാം.
അപ്പോൾ ഇത് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നടുന്നത് നല്ലതാണ് ആര്യവേപ്പിൻ്റേത്. അത് നമുക്ക് നമ്മുടെ വീടിന് നല്ലൊരു ഐശ്വര്യമാണ് ഉണ്ടാകുന്നത്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഇതാണ് നമ്മുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് നടുന്നത്. പിന്നെ നടുന്നത് നല്ലതാണ് തെക്ക് വശത്ത് നടുന്നത് നല്ലതാണ്, വടക്ക് വശത്ത് നടുന്നതാണ്, പടിഞ്ഞാറ് മൂലയിൽ നടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ നമ്മൾ നടുന്നതും നമുക്ക് നല്ലതാണ് ഈ ആര്യവേപ്പിൻ്റെ മരം എന്ന് പറയുന്നത്. നമുക്ക് കിഴക്ക് വശത്ത് നടാം. അത് നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ 2 ഇരട്ടി അകലത്തിൽ വേണം. നമ്മളത് അങ്ങനെ നോക്കി വേണം നമ്മളത് നട്ടു വെക്കാനായിട്ട്. അങ്ങനെ ഒരു സൈഡിലോട്ട് മാറ്റി നമുക്കത് സൈഡിലോട്ടെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ മിക്ക വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ചില വീടിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ മുറ്റം മാത്രമായിട്ട് ഇങ്ങനെ കെട്ടി തിരിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിന് അപ്പുറത്തോട്ട് പറമ്പൊക്കെ ഉള്ളവരൊക്കെ കാണും. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ആയിരിക്കും വഴി വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ 2 ഇരട്ടി അകലത്തിൽ നമുക്കിത് നടുന്നത് നല്ലതാണ്. പിന്നെ വെച്ചാൽ ആര്യവേപ്പിൻ്റെ കാര്യം പറയുന്നൊരിതുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ആര്യവേപ്പിന് വെള്ളം ഒഴിച്ചതിന് ശേഷം വിളക്ക് കത്തിക്കണമെന്നാണ് പറയുന്നത്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആര്യവേപ്പിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മൾ ചെടിച്ചട്ടിയിലോ ഒക്കെ നമുക്ക് നട്ടു വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചെടിച്ചട്ടിയിലാണെങ്കിൽ നട്ടു വെക്കുന്നതാണ്. അതിൻ്റെ ആ ഒരു കാറ്റ് നമ്മുടെ വീട്ടിലേക്ക് കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി മാറി നമ്മുടെ വീടിന് നല്ല ഐശ്വര്യമാണ് വരുന്നത്. അത് ഇങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത തന്നെ. ഞാനും ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞ് ഒക്കെ അനുഭവത്തിലൂടെ ഒക്കെ വരുമ്പോഴാണ് ഇതൊക്കെ ഇത്രയും ഗുണങ്ങളുള്ള കാര്യങ്ങളാണോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇതിങ്ങനെ എവിടെ നടാം എന്ന് ചോദിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ കൂവളത്തിൻ്റെ എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാം കേട്ടോ. നമ്മൾ ഒരു വീഡിയോ തന്നെ എല്ലാം കൂടെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒത്തിരി ലെങ്ത് ആയിപ്പോൾ. അപ്പോൾ ഞാൻ അടുത്ത ദിവസത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് കൂവളത്തിൻ്റെയും കൂടെ പറഞ്ഞുതരാം ഏത് സ്ഥലത്താണ്. കൂവളമാണെങ്കിലും ഇതുപോലെ തന്നെ ചെടിച്ചട്ടി നട്ടാലും മതി കേട്ടോ. കൂവളം നമ്മൾ കൂവളം അല്ലാതെ കൊണ്ട് വീണ്ടും മുറ്റത്ത് നക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, കൂവളം വെക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ രീതിക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂവളം കെട്ടണം. പിന്നെ അവിടെ നോക്കിയേ വേണ്ട എന്നാണ് പറയുന്നത്. അവിടെ മുടിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നടുവാണെങ്കിൽ നമുക്കത് സംരക്ഷിക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് നട്ടുവെക്കാവുള്ളൂ കൂവളം. അപ്പം അതും എവിടെ നടണം എവിടെ ഇതാന്നൊക്കെ ഉള്ളത് ഞാൻ വേറൊരു വീഡിയോയിലൂടെ പറയാം. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ആര്യവേപ്പിൻ്റെ ഗുണങ്ങളൊക്കെയാണ്. ആര്യവേപ്പിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഷുഗറുകാർക്ക് കഴിക്കുന്നവർക്ക്, ഷുഗർ ഉള്ളവർക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത് ആര്യവേപ്പ്. എൻ്റെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ ആര്യവേപ്പ് ഞങ്ങളോട് ഒരാൾ പറഞ്ഞു തന്നാണ്. ആര്യവേപ്പ് രാവിലെ അരച്ച് ഈ കിളുന്ത് ഇലയുടെ ചേർന്ന് നിൽക്കുന്ന ഇലയുണ്ടല്ലോ, ഒത്തിരി മൂത്തതുമല്ല എന്നാൽ ഒത്തിരി കിളുന്തും അല്ലാത്തൊരു ഇലയുണ്ടല്ലോ, അങ്ങനത്തെ ഇല പറിച്ച് ഒരു 21 ഇല നമ്മൾ പറിക്കണമെന്നറിയാം. 21 ഇലയൊക്കെ പറിച്ച് ഒരു ചെറിയ ഉരുളയാണ്, ഒരു ഗുളികയുടെ മുഴുപ്പാണത്. കാര്യം ഈ കല്ലേൽ ഇത് അരയ്ക്കുമ്പോൾ തന്നെ പകുതി കല്ലേ പറ്റി അങ്ങ് പോകും. അപ്പോൾ ഈ ആര്യവേപ്പിൻ്റെ ഇല ഇങ്ങനെ അരയ്ക്കുമ്പോഴത്തേക്ക് അരച്ച് ചെറിയ ഉരുളകളാക്കി അത് വെറും വയറ്റിൽ കഴിച്ചാൽ ഷുഗർ നോർമലാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മ ഇങ്ങനെ കഴിക്കുമായിരുന്നു അങ്ങനെ ഷുഗറിനെതിരെ. പിന്നെ നമ്മുടെ രക്തശുദ്ധിക്കൊക്കെ ഈ ആര്യവേപ്പ് നല്ലതെന്നാണ് പറയുന്നത് ആര്യവേപ്പിൻ്റെ ഇല. പിന്നെ എന്നെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഈ വയറ്റി വേരയുടെയും അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉള്ളതിനൊക്കെ നമ്മൾ ഈ ആര്യവേപ്പിൻ്റെ ഇല അത് നല്ലതിനാണെന്ന് പറയുന്നത്. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല നമ്മൾ കഴിച്ചാൽ നമ്മുടെയൊക്കെ ശരീരം മൊത്തത്തിലൊരു ശുദ്ധിയാവും എന്നാണ് പറയുന്നത്. അതിനുള്ള ഗുണങ്ങൾ അതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ നമ്മൾ അരയ്ക്കുമ്പോൾ അരച്ച് ശീലമുള്ളതുകൊണ്ട് പറയണം കേട്ടോ. ഞാൻ ഈ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇന്നുവരെ ഷുഗറോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. എനിക്ക് ഷുഗർ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിലും ഞാൻ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ചുമ്മാ അരച്ച് ഞാനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ ഉരുളകളാക്കി. നിങ്ങളങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പല അസുഖങ്ങളുള്ളവർ കാണും, ചിലർക്ക് അത് പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യം പറയുന്നതേ ഉള്ളൂ. അരച്ച് അരകല്ലിൽ അരച്ച് നല്ലപോലെ അരച്ചെടുത്ത് ചെറിയ ഉരുളകളാക്കി എടുക്കും. ചെറിയ ഗുളികയുടെ ഒക്കെ ഒരു വലുപ്പമാക്കി എടുത്തേച്ച് അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കും. എന്നിട്ട് ദിവസവും രാവിലെ ഞാനത് കഴിക്കാറുണ്ട് കേട്ടോ. വെറും വയറ്റിൽ ചുമ്മാ പച്ചവെള്ളം കുടിച്ചാണ് ഇറക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ആര്യവേപ്പിൻ്റെ ഇല നമുക്ക് ചവച്ച് അരച്ച് ഇറക്കാൻ ഭയങ്കര പാടാണ്. അത് അങ്ങനെങ്ങാനും കഴിച്ചാൽ ഞാൻ പിന്നെ ഛർദ്ദിച്ച് എൻ്റെ കുടലും കൂടെ വായി വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആര്യവേപ്പിൻ്റെ ഇല ചിലർ പറയും ആര്യവേപ്പിൻ്റെ ഇല ചവച്ചരച്ച് കഴിക്കുന്നതല്ല, പല്ലിനൊക്കെ നല്ലതാണ് കേട്ടോ. വായുനാറ്റത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ആര്യവേപ്പിലയുടെ തണ്ട്. അതിൻ്റെ കമ്പുണ്ടല്ലോ, ആ കമ്പ് കൊണ്ട് നമ്മൾ പല്ലരിങ്ങി കഴിക്കുമെങ്കിൽ വായ്പുണ്ണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് പറയുന്നത്. നാറ്റത്തിനൊക്കെ നല്ലൊരു ഇതാണ് ഈ ആര്യവേപ്പിൻ്റെ കമ്പ്. അപ്പം ഞാനങ്ങനെ ഈ ആര്യവേപ്പിൻ്റെ ഇല കഴിക്കും. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇതുവരെ ഷുഗറിൻ്റെ ദൈവം അനുഗ്രഹിച്ച് വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ മധുരം നല്ലപോലെ കഴിക്കുന്ന ആളാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഞാൻ മധുരം കഴിക്കുന്ന ആളാണ്. ഇനി വന്നുകൂടാന്നൊന്നുമില്ല. ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് ഷുഗറൊന്നുമില്ല. ആര്യവേപ്പിൻ്റെ ഇല ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കണ്ട. എല്ലാം അടുപ്പിച്ച് കുറേ ദിവസം കഴിക്കാറില്ല കേട്ടോ. ഒരു 10 ദിവസം കഴിക്കും. പിന്നെ ഞാൻ ആ ഒരു മാസത്തേക്ക് അത് തുടത്തേയില്ല. പിന്നെ ഞാൻ അടുത്ത മാസം അല്ല അതിൻ്റെ അടുത്ത മാസമായിരിക്കും ഇങ്ങനെ ഒരു 10 എണ്ണം അരച്ച് വെച്ച് ഇങ്ങനെ കഴിക്കുന്നത്. അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. ഷുഗറിൻ്റെ അതുകൊണ്ട് എനിക്കിതുവരെ ഷുഗറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. മധുരം ഞാൻ നല്ലപോലെ കഴിക്കുന്ന ഒരാളാണ്. കാപ്പിക്കകത്താണെങ്കിലും ഇവിടെ വരുന്നവർ തന്നെ എന്നോട് പറയും ഇത്രയും മധുരമായിട്ട് കുടിക്കല്ലേ ഷുഗർ വരുമെന്ന് പറയും. അതുപോലെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞാൽ അലുവയാണ്. അലുവയൊക്കെ
ഇതൊക്കെ ഞാൻ ഇഷ്ടം പോലെ കഴിക്കാറുണ്ട്. ഇതൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ മധുരമൊക്കെ ഒരുപാട് ഓവറായിട്ട് കഴിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ആര്യവേപ്പിൻ്റെ ഇല അരച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അത് നമുക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതല്ലേ, അതുകൊണ്ട് നമുക്ക് കഴിക്കാം. പച്ചമരുന്നിൻ്റെ ഒക്കെ ഇതിൽ പെടുന്നതല്ലേ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ, അങ്ങനെ കഴിക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ ചൊറിച്ചിലും എട്ടുകാലിയൊക്കെ കടിക്കുന്ന ഇതിനൊക്കെ ഈ ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളും കൂടെ അരച്ചിടുന്നത് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ നടുന്നത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വീടിൻ്റെ ഏത് സ്ഥലത്തും നമ്മൾ നടന്നു അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ നമുക്കൊരു ഇതുണ്ട് കേട്ടോ, വീടിൻ്റെ വടക്ക് വശത്ത് ഈ ചിലർക്കൊക്കെ ഈ വടക്കല്ല കേട്ടോ, തെക്ക് വശത്ത് വാതിൽ വരുന്നവരുണ്ട്. തെക്ക് വശത്ത് ഒരുപ്പെട്ടവരൊന്നും വാതിൽ വെക്കാറില്ല. കാര്യം തെക്ക് വശത്ത് വാതിൽ വന്നാൽ ആ വീട്ടിലുണ്ടാകുന്ന സമ്പത്ത് മൊത്തം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. തെക്ക് വശത്ത് അങ്ങനെ സ്റ്റെപ്പ് പോലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പോലും വെക്കാറില്ല, വഴി വിടാറില്ല. അങ്ങനെയൊക്കെ ഉണ്ട് തെക്ക് വശത്ത്, നമ്മൾ അങ്ങനെ ചെയ്യില്ലെന്നാണ് പറയുന്നത്. അപ്പം തെക്ക് വശത്ത് നമുക്ക് അതുവാ തന്നെ ഇങ്ങനെ ഡോറിൻ്റെ ആവശ്യം, അങ്ങനെ ഡോർ ഉണ്ടെങ്കിൽ അവിടെ ഈ ആര്യവേപ്പ് വെക്കുന്നത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഗുണമാണ് കിട്ടുന്നത്. നമ്മുടെ വീട്ടിൽ വരുന്ന ആ ദോഷങ്ങളെല്ലാം ഈ മരം നട്ട് കഴിഞ്ഞാൽ മാറി കിട്ടും എന്നാണ് പറയുന്നത്, ആര്യവേപ്പിൻ്റെ മരം നട്ടാൽ. അപ്പം അത് തെക്ക് വശത്ത് വാതിലുള്ളതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, തെക്ക് വശത്ത്. ഇപ്പോൾ തെക്ക് വശത്ത് വാതിൽ അങ്ങനെ നമുക്ക് അങ്ങനെ ചിലപ്പോൾ ചില വീടിനൊക്കെ പണ്ടത്തെ വീടുകൾക്കൊക്കെ ഉണ്ട് തെക്ക് വശത്ത് വാതിലൊക്കെ. ഇപ്പോഴെന്ന് പറയുമ്പോൾ എല്ലാവരും വാസ്തു നോക്കിയൊക്കെയാണ് എല്ലാവരും കൂടുതൽ തെക്ക് വശത്ത് വാതിൽ ആരും വെക്കാറില്ല. അപ്പോൾ തെക്ക് വശത്ത് വാതിൽ വരുവാണെങ്കിൽ അങ്ങനെ വെക്കേണ്ട ഒരു സാഹചര്യമാണ്, നമുക്കവിടെ വാതിൽ വന്നേ പറ്റൂ എന്നുള്ളതാണെങ്കിൽ ആ വശത്തേക്ക് നമ്മളൊരു ആര്യവേപ്പിൻ്റെ തൈ നട്ടാൽ മതി, നമുക്ക് ആ ദോഷം മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആര്യവേപ്പിനെ പറ്റി പറയാനുള്ളതൊക്കെയാണ്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അറിവുകളൊക്കെ ഞാൻ വീഡിയോയിലൂടെ ഇടാൻ കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഇങ്ങനെ മരങ്ങളൊക്കെ നടാൻ പാടില്ലാത്ത മരങ്ങളുടെയും ഒക്കെയുണ്ട്. അങ്ങനെ നേരത്തെ ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഓരോരോ അറിവുകൾ കിട്ടുന്നതനുസരിച്ച് നമ്മളിങ്ങനെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അതിന് പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ. വെളിയിൽ നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യമേ എനിക്കൊന്ന് സൗണ്ട് പറയുന്നപ്പോൾ തന്നെ മഴയുടെ ഒരു അരപ്പും കൊണ്ടുണ്ടെന്ന് കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സൗണ്ട് പ്രശ്നം കൂടെ കാണും കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക.